probably wondered where holidays come from. If you haven't, I'd say it's time you begun. I am. You're coming with me. No, I'm not. Come back here, you fool. Oh! 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 Ooh, Jack, you made wounds ooze and flesh crawl. Thank you. Thank you. Thank you very much. വേറെ ഒരു സിനിമയുമില്ലേ ഈ പിള്ളേർക്ക് കാണാൻ? എനിക്ക് പേടിയാവുന്നു ട്ടോ. എനിക്കും. അപ്പോ എനിക്ക് മാത്രമല്ല പേടി. എന്നാ പിന്നെ വേറെ ഏതെങ്കിലും ചാനൽ വെച്ചുകൂടെ ഏറ്റവും? പക്ഷേ ഈ കഥ എന്താവുമെന്ന് അറിയണ്ടേ ടീന? ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഓ, അതാണ് ഇന്ന് മീൻ കിട്ടാതിരുന്നത്. അതിനെന്താ? വെള്ളിയാഴ്ചയാണ് പ്രേതങ്ങളൊക്കെ ഇറങ്ങുന്ന ദിവസം. ഇവർക്കും ദിവസങ്ങളൊക്കെ ഉണ്ടോ? ടീനയോട് ഇതാരാ പറഞ്ഞേ? അമ്മൂമ്മ പറഞ്ഞതാ. ഒരു ദിവസമെങ്കിലും ഇതുങ്ങൾ അടങ്ങിയിരിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. എന്നാൽ നമുക്ക് ഈ ചാനൽ ചേഞ്ച് ചെയ്യാം അല്ലേ? അതാ ഞാൻ പറഞ്ഞേ, എളുപ്പം ഈ ചാനൽ മാറ്റൂ. അതാ നല്ലത്. വെറുതെ പേടിക്കണ്ടല്ലോ. എന്താ? എന്തു പറ്റി? ഈ ചാനൽ മാറുന്നില്ല. ദൈവമേ, ടോം, റിമോട്ട് എനിക്കിതാ. ഞാനൊന്ന് നോക്കട്ടെ. For my talents are renowned far and wide. ശരിയാ ടോം, ഈ ചാനൽ മാറുന്നില്ല. എന്തു പറ്റി? I have seen grown men give out a shriek. With the wave of my hand in a well-placed blow, I have swept the very bravest off their feet. ദൈവമേ, ഈ ജോലി. എനിക്കൊന്ന് പേടിക്കാനും പാടില്ലേ? നല്ല കാറ്റുണ്ട് ടോം. മഴ പെയ്യാൻ പോവുകയാണെന്ന് തോന്നുന്നു. എന്തായാലും TV ഓഫ് ചെയ്തീന. അതെ, അതാ നല്ലത്. മതി കണ്ടത്. അത് അടുത്തടുത്ത് വരുന്നു. ഓഫ് ആക്കൂ ടീന. ഇത് ഓഫുമാകുന്നില്ല ടോം. ഒരു ബട്ടണും വർക്ക് ചെയ്യുന്നില്ല. എന്നാലും ഞാൻ ടിവിയുടെ സ്വിച്ച് ഓഫ് ചെയ്തീന. അതിന് ടിവിയുടെ അടുത്ത് പോകണ്ടേ? ഞാനില്ല ടോം, എനിക്ക് പേടിയാ. ടോം പോയി ഓഫ് ചെയ്യും. എനിക്കും കുറച്ച് പേടിയാ ടീന. ടോമിന് കുറച്ചല്ലേ പേടിയുള്ളൂ. എനിക്ക് നല്ല പേടിയാ. ഓഫ് ചെയ്യ ടോം. ടോം, എളുപ്പം ഓഫാക്കോ. ടീന, നീ കൂടി വാ പ്ലീസ്. ഞാനും കൂടി വരാം, പേടി വരാതിരിക്കാൻ. ആർക്ക് പേടി വരാതിരിക്കാൻ? എനിക്ക്. ദൈവമേ, കറണ്ടും പോയി. ജൂലി പ്ലീസ്, നീ കരയല്ലേ? നിന്റെ കരച്ചിലും കൂടി ആകുമ്പോൾ പേടി കൂടുന്നു. എനിക്കും പേടിയാവുമ്പോഴാ ഞാൻ കരയുന്നേ. കർത്താവേ കാത്തോണേ. എന്തായാലും TV ഓഫായി. ഞാൻ ഡാഡിയുടെയും മമ്മിയുടെയും റൂമിലേക്ക് പോകുന്നു ടോം. ഞാനും വരുന്നു. ഞാനും. ജൂലി, അവിടെ എല്ലാവർക്കും കിടക്കാൻ സ്ഥലം തികയില്ല. എനിക്ക് കുറച്ച് സ്ഥലം മതി ടീന. വേണമെങ്കിൽ ഞാൻ എല്ലാവരുടെയും നടുവിൽ കിടന്നോളാം. എന്താ? നടുവിലോ? അവിടെ ഞാനാ. ഇല്ല, ഞാനാ ടോം. ശരി, നമ്മൾ രണ്ടുപേരും. ജൂലി, നീ വേണമെങ്കിൽ കട്ടിലിന്റെ അടിയിൽ കിടന്നോ. കട്ടിലിനടിയിലോ? ശരി, വാ പോകാം.
ടോം, ടീന, നിങ്ങൾ ഇതുവരെ ഉറങ്ങിയില്ലേ? അത് പിന്നെ ഡാഡി, ഇന്ന് ഞങ്ങൾ ഡാഡിയുടെയും മമ്മിയുടെയും കൂടെ ഉറങ്ങാമെന്ന് കരുതി. മമ്മി ഉറങ്ങിയോ ഡാഡി? മമ്മി നല്ല ഉറക്കമാ ടീന. വിളിക്കണ്ട, അതിരാവിലെ അമ്മൂമ്മയുടെ വീട്ടിൽ പോകാനുള്ളതാ. ടീനയ്ക്ക് ഉറക്കം വരുന്നില്ലേ? ഇല്ല ടോം. നമ്മൾ ആ സിനിമയിൽ കണ്ടതുപോലെ, ടീനയുടെ അമ്മൂമ്മ പറഞ്ഞ കഥകൾ പോലെ ശരിക്കും പ്രേതങ്ങൾ ഉണ്ടാകുമോ ടീന? ടോമിന് വേറൊന്നും പറയാനില്ലേ? ഞാനത് മറക്കാൻ ശ്രമിക്കുകയാ. ടീനയ്ക്ക് പേടിയായല്ലേ? അധികം കളിയാക്കേണ്ട. ടോമിനും പേടിയാണെന്ന് എനിക്കറിയാം. നമുക്ക് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങാം. ഇന്നലത്തെ ആ പ്രേതത്തിന്റെ പടം ഇപ്പോഴും പേടി മാറിയിട്ടില്ല. നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചാലോ ഈ പ്രേതങ്ങളെ കുറിച്ച്? ശരിയാ, അവർക്കെന്തെങ്കിലും അറിയാമെങ്കിലോ? പക്ഷേ ആരോട്? നമുക്ക് ജിമ്മിയെ പോയി കാണാം. ശരിയാ, മൃഗങ്ങൾക്ക് പ്രേതങ്ങളെ കാണാനാകുമത്രേ. ഒരിക്കൽ ജിമ്മി ഓളിയിടുമ്പോൾ അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട് ജിമ്മി ചെകുത്താനെ കണ്ടിട്ടാണെന്ന്. എന്നിട്ട് ഞാൻ ഇതുവരെ ഒരെണ്ണത്തിനെ പോലും കണ്ടിട്ടില്ലല്ലോ. ഒരു കണക്കിന് കാണാൻ പറ്റാത്തതാണ് നല്ലത്. എന്തിനാ വെറുതെ പേടിക്കുന്നേ? ജിമ്മി ഇപ്പോ എവിടെയായിരിക്കും? ഇറച്ചിക്കടയിൽ കാണും. അവൻ അവിടുന്ന് എല്ല് കിട്ടാറുണ്ട്. തല്ല കൂടുതൽ കിട്ടുന്നേ. റോക്കി ചേട്ടൻ. ഹായ് റോക്കി ചേട്ടാ, ഈസ്റ്റർ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ടീന, റോക്കി ചേട്ടൻ ഈസ്റ്റർ എന്തായാലും കലക്കിയിട്ടുണ്ട്. കണ്ടില്ലേ തലയിലെ ഈസ്റ്റർ എഗ്? കളിയാക്കണ്ട ടോം. ഇതാർക്കും എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. ഇതെന്തു പറ്റി? ചേട്ടൻ എവിടെയെങ്കിലും കക്കാൻ കയറിയപ്പോ സമ്മാനമായി കൊടുത്തതാവും. മതി ടോം, പാവം റോക്കി ചേട്ടൻ. ഇതെങ്ങനെ പറ്റിയേട്ടാ? ഇന്നലെ വെള്ളിയാഴ്ച ആ സെമിത്തേരി വഴി ഞാൻ ഒറ്റയ്ക്ക് നടന്നു വരികയായിരുന്നു. പെട്ടെന്ന് എന്റെ പിറകിൽ ആരോ നടക്കുന്ന സ്വരം. ഞാൻ തിരിഞ്ഞു നോക്കി, ആരെയും കാണുന്നില്ല. അതെങ്ങനെ? ഞാൻ പിന്നെയും നടന്നു, പിന്നെയും ആ സ്വരം. ഞാൻ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി, ആരുമില്ല. ദൈവമേ, അത് പ്രേതമായിരുന്നോ? ഞാൻ സ്പീഡിൽ നടക്കാൻ തുടങ്ങി. അപ്പോൾ ആ നടക്കുന്ന സ്വരവും സ്പീഡിലായി. എന്നിട്ട്? അത്രയ്ക്കായോ? ഞാൻ തിരിഞ്ഞു നിന്നു, എന്നിട്ട് വെല്ലുവിളിച്ചു. ചേട്ടന്റെ ഒരു ധൈര്യം. ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് വാടാന്ന്. പിന്നെ ഒരു വെളിച്ചവും ഒരു സ്വരവും. രാവിലെ കണ്ണു തുറക്കുമ്പോ തലയിൽ ഇതുണ്ട്. പ്രേതം തല്ലിയതാവും അല്ലേ? നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ റോക്കി ചേട്ടാ? അവിടേക്കോ? ഇപ്പോഴോ? അതെന്തിനാ ടോമേ? റോക്കി ചേട്ടന് പേടിയുണ്ടോ? പേടിയോ? എനിക്കോ? അങ്ങനെ ഒരു വാക്ക് എന്റെ നിഘണ്ടുവിലില്ല. അതെന്താ ചേട്ടാ ഈ നിഘണ്ടു? അതൊരു സാധനമാ. അതൊന്നും അറിയാനുള്ള പ്രായം നിങ്ങൾക്കായിട്ടില്ല. ഓഹോ, അപ്പോ ഈ ഡിക്ഷണറി എന്ന് വെച്ചാൽ എന്താ? അത് ബേക്കറി, റേഷനറി എന്നൊക്കെ പറയുന്ന പോലെ ഒരു സാധനം ആണോ? എന്റെ ചേട്ടാ, ഡിക്ഷണറി എന്ന് വെച്ചാൽ പദങ്ങളുടെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം. മലയാളത്തിൽ ചേട്ടൻ പറഞ്ഞ നിഘണ്ടു. മനസ്സിലായോ? ദേ പിള്ളേരെ, കുറച്ച് ഇംഗ്ലീഷൊക്കെ പഠിച്ചെന്ന് വെച്ച് മറ്റുള്ളവരെ ഒരുമാതിരി കൊച്ചായി കാണരുത് കേട്ടോ. ചേട്ടൻ വലിയ ആളല്ലേ, ചേട്ടനെ ആരെങ്കിലും കൊച്ചായി കാണുമോ? കൊച്ചുങ്ങൾക്ക് ഇതിലും ബുദ്ധിയും വിവരം ഉണ്ടാവും. എന്താ പറഞ്ഞേ? ഒത്തിരി ബുദ്ധിയും ധൈര്യവുമുള്ള ആളാണ് റോക്കി ചേട്ടനെന്ന് പറയുകയായിരുന്നു. താങ്ക് യു ടീന. ഞാൻ ചെറുപ്പത്തിലേ ധൈര്യവാനായിരുന്നു. ഇപ്പോ കുറച്ചും കൂടി കൂടി.
അത്രയേ ഉള്ളൂ. ശരി, അത്രയ്ക്ക് ധൈര്യം ചേട്ടനുണ്ടെങ്കിൽ ഇന്ന് രാത്രി ചേട്ടന് നമ്മുടെ സെമിത്തേരിയിൽ ഒറ്റയ്ക്ക് കയറാമോ? ചേട്ടനെ തല്ലിയ ആ പ്രേതത്തെ പിടിക്കുകയും ആവാലോ. ശരി, ഞാൻ കേറാം. പക്ഷെ ഒരു കണ്ടീഷൻ, എനിക്ക് 100 രൂപ തരണം. സമ്മതിച്ചു. പക്ഷേ റോക്കി ചേട്ടൻ കയറിയെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ വേണമെങ്കിൽ കൂടെ വന്നോ. അത് വേണ്ട. സിമിത്തേരിയുടെ നടുവിലായിട്ട് കുരിശില്ലാത്തൊരു കല്ലറയുണ്ട്. അതിലൊരു ആണി അടിച്ചാൽ മതി. സമ്മതിച്ചു. പക്ഷേ നാളെ രാവിലെ തന്നെ എനിക്ക് പൈസ കിട്ടണം. ഓക്കേ. ടോം എന്ത് പണിയാ കാണിച്ച്? ഇവിടുന്ന് കൊടുക്കും റോക്കി ചേട്ടന് 100 രൂപ. തിരികെ വന്നാലല്ലേ? ഇനി തിരികെ വന്നാൽ 100 രൂപ കൊണ്ട് നമുക്ക് പ്രേതമില്ലെന്ന് ഉറപ്പിക്കാം. വന്നില്ലെങ്കിൽ റോക്കി ചേട്ടന് പ്രേതം പിടിച്ചെന്നും പ്രേതമുണ്ടെന്നും വിശ്വസിക്കാം. ഇത് ശരിയല്ല ടോം. ഒരാളുടെ ജീവിതം വെച്ച് കളിക്കാൻ പാടില്ല. ശരി, നമുക്ക് ഒളിച്ചു നിന്ന് റോക്കി ചേട്ടനെ വാച്ച് ചെയ്യാം. എന്തായാലും ഈ പറയുന്നതിലൊക്കെ സത്യമുണ്ടോ എന്നറിയണം. ദേ ജിമ്മി. ജിമ്മി, എന്താ ടോം? ജിമ്മി, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് സംശയങ്ങളുണ്ട്. ദൈവമേ, ഞാൻ എല്ലുകക്കലൊക്കെ എന്നേ നിർത്തി. ഇത് ഇറച്ചിക്കാരൻ ചാക്കോച്ചേട്ടൻ തന്നതാ. അതല്ല ജിമ്മി. ജിമ്മി പ്രേതത്തെ കണ്ടിട്ടുണ്ടോ? പ്രേതമോ? എവിടെ? ഇവിടെയല്ല ജിമ്മി. നീ പ്രേതത്തെ കണ്ടിട്ടുണ്ടോ എന്ന് അറിയാനാ. നീ കണ്ടിട്ടുണ്ടോ ജിമ്മി? ഇല്ല, ഇതുവരെ ഇല്ല. അപ്പൊ നീ ഓലിയിടുന്നതോ? അത് ഞാൻ ഒറ്റയ്ക്കാവുമ്പോഴും ബോറടിക്കുമ്പോഴും എനിക്ക് പേടി വരുമ്പോഴൊക്കെ ഞാൻ ഒച്ചയിടുന്നതാ. എന്റെ കൂട്ടുകാർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഒച്ചയിടും. ഞങ്ങൾ എവിടെയൊക്കെയാണെന്ന് പരസ്പരം അറിയിക്കുന്നതാ. കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ? അതിപ്പോ ടോം കണ്ടിട്ടുണ്ടോ പ്രേതത്തെ? ഇല്ലല്ലോ. എന്നിട്ടും പേടിയില്ലേ? അതുപോലെ. അപ്പൊ പ്രേതവും ഭൂതമൊന്നും ഇല്ല അല്ലേ? ഉറപ്പിക്കാൻ വരട്ടെ ടോം. അടുത്ത ടെസ്റ്റും കൂടി കഴിയട്ടെ. ഇന്ന് രാത്രി ഒരു തീരുമാനമാകും. ടെസ്റ്റോ? അതൊക്കെ പറയാം. രാത്രി ഞങ്ങളുടെ കൂടെ വന്നേക്കണം. എവിടെ? സിമിത്തേരിയിലേക്ക്. രാത്രി സെമിത്തേരിയിലേക്ക് പോണോ ടീന? റോക്കി ചേട്ടൻ ആണി അടിച്ചു കഴിഞ്ഞു. ഇതുവരെ ഒരു പ്രേതവും വന്നില്ല. ഹോ, ആശ്വാസമായി. ഇത് സന്തോഷത്തിന്റെ സിഗ്നലാ. പ്രേതമേതായാലും ഒന്നും ചെയ്തിട്ടില്ല. ഭാഗ്യം. എന്നെ പ്രേതം പിടിച്ചേ. അയ്യോ, എന്താ സംഭവിച്ചത് റോക്കി ചേട്ടന്? എനിക്കറിയില്ല. നമുക്ക് ഡാഡിയോട് പറയാം. അത് വേണ്ട, നമുക്ക് അങ്കിൾ ജെയിൻ ബോണ്ടിനെ കൂട്ടിക്കൊണ്ടുവരാം. അതാകുമ്പോ സത്യാവസ്ഥ അറിയാൻ പറ്റും. വാ, എളുപ്പം പോകാം. ജിമ്മി എവിടെ? ജിമ്മി ആദ്യമേ ഓടി.
വാ നമുക്കകത്ത് കിടക്കാം. റോക്കി ചേട്ടാ എണീക്ക്. പ്രേതത്തെ കണ്ട് ബോധം പോയെന്നാ തോന്നുന്നേ. പ്രേതം ഏതായാലും ഒന്നും ചെയ്തിട്ടില്ല. ഭാഗ്യം. പ്രേതം കഷ്ടം. ടോം കുറച്ച് വെള്ളം കൊണ്ടുവരൂ. ദൈവമേ, ദേ കോട്ടിട്ട ഭൂതം. ഞാൻ ഭൂതമല്ല. മൈ നെയിം ഈസ് ബോണ്ട്, ജയന്റ് ബോണ്ട്. ഇന്നലെ എന്താ പറ്റിയേ? ഇന്നലെ ആണിയടിച്ച് പോകാൻ നേരം പ്രേതം എന്നെ കാലിൽ പിടിച്ചു വലിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. എവിടെയാ ആണിയടിച്ചത്? റോക്കി ധൃതിയിൽ ആണിയടിച്ചത് സ്വന്തം പാൻറിൽ തന്നെയായിരുന്നു. കണ്ടില്ലേ? പിന്നെ പേടിയോടെ പെട്ടെന്ന് എണീറ്റപ്പോൾ കാലിൽ പിടിച്ചു വലിക്കുന്ന പോലെ തോന്നിക്കാണും. അപ്പോ പ്രേതമല്ലല്ലേ? എന്റെ പേടി കാരണമാണ് എന്റെ ബോധം പോയത്. ഓ, അങ്ങനെയെങ്കിൽ ഇന്നലെ റോക്കി ചേട്ടന്റെ തലയിൽ പ്രേതം അടിച്ചതോ? ശരി, ആ സംശയം കൂടി തീർത്തേക്കാം. എവിടെ നിന്നാണ് റോക്കി കടി കിട്ടിയത്? ഇതാണ് ഇന്നലെ കാറ്റത്ത് റോക്കിയുടെ തലയിൽ വീണത്. അപ്പോ എന്റെ പിറകിൽ നടന്ന സ്വരമോ? കരിയിലൂടെ നടന്നാൽ ആർക്കും അങ്ങനെ തോന്നും. പിന്നെ പേടി കൂടിയായാൽ പറയുകയും വേണ്ട. അപ്പോ സത്യത്തിലെ പ്രേതവും ഭൂതവും ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണല്ലേ? മക്കളെ, ദൈവത്തിൽ വിശ്വാസമില്ലാത്ത മനുഷ്യരിൽ മാത്രമേ ഭയം ഉണ്ടാവുകയുള്ളൂ. അച്ചോ, ഈ റോക്കിയുടെ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണം. ഇന്നലെ നന്നായി പേടിച്ചതാ. അതിനെന്താ, റോക്കി ഇങ്ങടുത്ത് വരൂ. ഞങ്ങളുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം ഫാദർ. ഞങ്ങളും ഇന്നലെ പേടിച്ചതാ. ശരി, എന്നാൽ അങ്ങനെയാവട്ടെ. എല്ലാവരും ചേർന്ന് നിൽക്കൂ. ഭയപ്പെടേണ്ട. എന്തെന്നാൽ നിന്നോടുകൂടെ ഞാനുണ്ട് എന്നാണ് ദൈവം മനുഷ്യരോട് പറഞ്ഞിട്ടുള്ളത്. അത് വിശ്വസിച്ചാൽ മാത്രം മതി. നിർഭയം ഈ ലോകത്ത് ജീവിക്കാം. നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ധൈര്യമായി പോകുവിൻ. ആമേൻ.